നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബോട്ട്ലിംഗ് ആരംഭിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആഴ്സണലിന് നേരെ വരുന്ന വിമർശനങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നു കോച്ച് മൈക്കൽ ആർട്ടേറ്റ. ഇപ്പോൾ കഴിഞ്ഞ കളി അവർക്ക് സമനിലയായിരുന്നല്ലോ വോൾസുമായിട്ട്. സമീപകാലത്ത് കുറച്ച് പോയിന്റുകൾ അവർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. നാളെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ അവർ ടോട്ടൻഹാം ഹോട്ട്സ്പറുമായിട്ട് കളിക്കുകയാണ്. നാളെ രാത്രി ഇന്ത്യൻ സമയം 10 മണിക്കാണ് അക്കളി. അക്കളിക്ക് മുന്നോടിയായിട്ട് നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലാണ് കോച്ചിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത്. ഇപ്പോൾ 27 കളി 58 പോയിൻറ്റുമായിട്ട് അവർ നിൽപ്പാണ് ഒന്നാം സ്ഥാനത്ത്. സിറ്റി അവരേക്കാൾ ഒരു കളി കുറച്ചാണല്ലോ കളിച്ചത്. ആ കളി കൂടി സിറ്റി വിജയിച്ചാൽ പോയിൻ്റ് ഡിഫറൻസ് 2 കുറയും. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിലാണ് ആർട്ടിറ്റയോട് ഈ ചോദ്യം വരുന്നത്. അപ്പോൾ ആർട്ടിറ്റയുടെ മറുപടി, ബോട്ട്ലെസ് ഈസ് നോട്ട് പാർട്ട് ഓഫ് മൈ വൊക്കാബുലറി. എൻ്റെ വൊക്കാബുലറിയിൽ ബോട്ട്ലെസ് എന്നൊരു വാക്കില്ല. എന്തെന്നാണ് നിങ്ങൾ പറയുന്നത്? ബോട്ട്ലെസ് എന്താണത്? അത് ഒരു ഇൻഡിവിജ്വൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്കുള്ള ഒരു 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 ഒപ്പീനിയൻ. ഓക്കെ, അത് നിങ്ങളങ്ങനെ പറഞ്ഞോളൂ. ഞാൻ പക്ഷേ ആ തരത്തിൽ ചിന്തിക്കുന്നില്ല. ഇപ്പോൾ 2 പോയിൻ്റ് വോൾസിനോട് നമുക്ക് നഷ്ടപ്പെട്ടു. ആ ഗെയിം കളിച്ച രീതി വെച്ച് നമുക്ക് നഷ്ടമായി. സോ നമ്മളത് അതിനെ ആ അർത്ഥത്തിലെടുക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. അത് ഞങ്ങളുടെ റോളിൻ്റെ ഭാഗമാണ്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ബോട്ട്ലെസ് എന്നുള്ള പ്രയോഗം ശരിയല്ല എന്ന് തന്നെ ഇപ്പോൾ ആഴ്സണലിൻ്റെ കോച്ച് പറയുന്നത്. എന്തായാലും സമീപകാലത്ത് കുറച്ച് പോയിന്റുകൾ അവർ ഡ്രോപ്പ് ചെയ്തു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇനി അത് സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് അവരുടെ ആരാധകരും ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ കളികളും ഇനി സിറ്റിക്കുള്ള എല്ലാ കളികളും സിറ്റി ജയിച്ചാൽ അവർ കിരീടം ചൂടും. കാരണം അതിലൊരു കളി ആഴ്സണലിനെതിരെയൊക്കെ ഉണ്ട്. ഇന്നലെ പെപ്പ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഞങ്ങൾ ഇനിയുള്ള എല്ലാ കളികളും ജയിച്ചാൽ ഞങ്ങൾക്ക് കപ്പ് നേടാൻ പറ്റുന്ന പറയുമ്പോൾ സന്തോഷമുണ്ട്. പക്ഷേ ആഴ്സണലും ഒരുപാട് കളികൾ ജയിക്കും എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ചുരുക്കത്തിലൊരു ടൈറ്റ് കോമ്പറ്റീഷനാണ് ഇത്തവണ പ്രീമിയർ ലീഗിൻ്റെ കിരീട പോരാട്ടത്തിൽ നടക്കുന്നത്. അതിനെക്കുറിച്ചുള്ള കോച്ചുമാരുടെ നിരീക്ഷണമാണിത്. ബോട്ട്ലെസ് എന്ന് തങ്ങളെ വിളിക്കണ്ട, അത്തരമൊരു വാക്ക് തന്നെ തൻ്റെ ഡിക്ഷണറിയിലില്ല എന്ന് മൈക്കൽ ആർട്ടിറ്റ പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.